ഇത് ബാലരാമപുരം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഡിസംബർ മാസം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു പൂവുണ്ട്. ഏതെന്നറിയോ? ബോഗൺവില്ല, അതായത് കടലാസ് ചെടി. അതിൻ്റെ സീസണാണ് ഇപ്പോൾ. ഡിസംബർ മാസമാകുമ്പോൾ കുഴിപ്പള്ളം ഗാർഡൻ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ സമയത്ത് ഇവിടെ എല്ലാ ചെടികളിലും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കും. പല വർണ്ണത്തിലുള്ള ഒരുപാട് ബോഗൺവില്ലകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. കൂടുതലും ബഡ് ചെടികളാണ് ഇവിടെയുള്ളത്. പല നിറത്തിലുള്ള കടലാസ് പൂക്കളെ ഒറ്റ ചെടിച്ചട്ടിയിൽ നട്ടുവളർത്തി പരിപാലിച്ച് അതിനെ ഇത്രയും നല്ല ഭംഗിയോടെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ബജറ്റിനനുസരിച്ചുള്ള കടലാസ് ചെടികളുടെ തൈകളെല്ലാം ഇവിടെ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ മിക്ക വീടുകളിലും കടലാസ് ചെടി പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാണാൻ ഭംഗിയും എന്നാൽ ഒരുപാട് ദിവസം ഇങ്ങനെ കൊഴിയാതെ നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ്. ഒരുപാട് പരിപാലനമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഹൈബ്രിഡ് ചെടികളാണ്. ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളാണ്. ഇതെല്ലാം ബഡ് ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ചേച്ചി ഇത് ഒരു ചെടി നട്ട് പൂ ആകുന്നത് വരെയുള്ള പരിപാലനങ്ങൾ എങ്ങനെയാണ്? ചെടി നട്ട് അതിനെ നമ്മൾ കൊണ്ടകളൊക്കെ വെട്ടി 4 വശവും റൗണ്ടാക്കി ഇട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ പിന്നെ വളം ഇട്ട് കൊടുക്കും. വളം DAP, എല്ലുപൊടി, പിന്നെ അത് പോയിട്ട് വേപ്പം പിണ്ണാക്ക്, ഇതൊക്കെ കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് 20 ദിവസത്തേക്കായിരിക്കും ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. ഒരു നേരം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിന് വെള്ളം വളരെ കുറച്ച് മതി ഒരു നേരത്തെ. അപ്പം ഒരുപാട് പരിപാലനമൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഈ വളം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ കൊണ്ടകൾ നീങ്ങി വരുമല്ലേ വളർന്ന്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കൊടുത്താൽ മാത്രം മതി. വർഷത്തിൽ 6 മാസം പൂവായിരിക്കും. ഡിസംബർ മുതൽ 6 മാസം പൂവാണ്. അത് മഴയാണെങ്കിൽ തൊഴിഞ്ഞു പോവും, മഴയില്ലെങ്കിൽ തൊഴിയില്ല. പൂവ് ഇങ്ങനെ പൂത്ത് എത്ര ദിവസം നിൽക്കും? ഏകദേശം ഒരു 3 മാസം വരെ നിൽക്കും. 3 മാസം വരെ നിൽക്കും. അത് പിന്നെ അടുത്ത നമ്മൾ കൊണ്ടുവന്നുള്ളി വിടുമ്പോൾ അടുത്ത് പിന്നെയും തിളര് പൊട്ടണേലും മൊട്ട് വരുമല്ല. ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത് വിട്ടു. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് നമ്മൾ കട്ട് ചെയ്ത് പൊൻസായി പോലെ ആക്കി ഇവിടെയാണ്. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നീണ്ടു വരണ കൊണ്ടേ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് അപ്പൊ അടിയിൽ നിന്ന് വീണ്ടും പൂ വരെയാണ്. ഈ കട്ട് ചെയ്യണ കൊണ്ടേര താഴ്വശത്തുനിന്ന് തിളത്ത് പൂ നിറഞ്ഞു വരും. അപ്പൊ ആ പഴയ പൂ തൊഴിഞ്ഞു പോവും. ഒരുപാട് പരിപാലനമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബഡ് തൈകളായതിനാൽ ഇത് വർഷത്തിൽ 2 തവണ പൂക്കും. ഇതിന് ഒരു നേരത്തെ വെള്ളം മാത്രം മതി. സാധാരണ ചെടികളിൽ നമ്മൾ 2 നേരം വെള്ളം നനയ്ക്കാറുണ്ട്. എന്നാൽ കടലാസ് ചെടിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഈ കുഴിപ്പള്ളം ഗാർഡൻ എന്ന് പറയുന്നത് 40 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഒരുപാട് വെറൈറ്റി ചെടികളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡായ ചൈനീസ് ബാഡ്സയാണ്. ഈ ചെടിക്ക് കുറച്ച് പരിപാലനം ആവശ്യമാണ്. ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല, എപ്പോഴും ഈർപ്പം നിലനിർത്തണം. അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു ചെടിയാണ്. ഇങ്ങനെ ചെടിയൊക്കെ വെട്ടി നിർത്തുമ്പോൾ ഇടയ്ക്കൊക്കെ ഈ പൂക്കൾ പൂക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഈ 40 ഏക്കർ ഗാർഡൻ എന്തായാലും ഒറ്റ ദിവസം കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്കും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ബോൺസായിയുടെ ഒരു മ്യൂസിയം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുൻപുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കായിട്ട് ആവശ്യമുള്ള പച്ചക്കറി തൈകളും വിത്തുകളെല്ലാം ഇവിടെ വാങ്ങാൻ സാധിക്കും. കേരളത്തിലെ മിക്ക ഗാർഡനിലേക്കും ഇവിടെ നിന്നാണ് ചെടികൾ കയറ്റി അയക്കാറ്. അതുപോലെ തന്നെ ഓരോ ചെടിയെക്കുറിച്ചും നല്ലതുപോലെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് അവർ കൾച്ചർ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം വെറൈറ്റി ചെമ്പരത്തികളാണ് കേട്ടോ. റോസയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളുണ്ട്. 30 രൂപ മുതൽ ഇവിടെ റോസകളെല്ലാം ലഭ്യമാണ്. അതും വെറൈറ്റി കളേഴ്സ്, വേറെ ഒരിടത്തും കിട്ടാത്ത വെറൈറ്റി കളേഴ്സ് എല്ലാം ഈ ഗാർഡനിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനും ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. എല്ലാ ചെടികളും മറ്റുള്ള ഗാർഡനിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ വളരെ വിലക്കുറവിലാണ് ഈ ഗാർഡനിൽ വാങ്ങാൻ സാധിക്കുക. ഈ കാണുന്നത് ഗാർഡന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളും കാണാനുണ്ട്. പുതിയ വീടൊക്കെ വെച്ച് പാലുകാച്ചിനായി വെയിറ്റ് ചെയ്യുന്നവർ ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലൊക്കേഷൻ ബാലരാമപുരം നെല്ലിമൂട് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ്.